ഇത് ആക്ച്വലി ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഏരിയ ഫുൾ ഒരു 25-30 ബൈക്ക് ഉണ്ടായിരുന്ന ഇവിടെ. ഇത് കംപ്ലീറ്റ്ലി ബൈക്ക് കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു ഇത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ്. ഇതെല്ലാം ഡ്യുക്കാറ്റിയുടെ. അപ്പൊ ഈ ഫ്ലോർ മൊത്തം ഡ്യുക്കാറ്റിക്ക് വേണ്ടിയായിരുന്നു പുള്ളി വെച്ചിരുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ബൈക്ക് ട്രിപ്പാണ്. നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബണിൽ നിന്ന് ബെൻഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ബെൻഡിഗോയിലേക്കുള്ള ഒരു സൂപ്പർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. ഗൈസ്, അപ്പോൾ നമ്മുടെ അതെ 2 ചങ്ക് ബ്രോസ് ആണ് രാവിലെ ഇവിടെ വന്നേക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഒന്ന് പരിചയപ്പെട്ടെ. ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ പരിപാടിക്ക് വരുന്നത് അല്ലേ? എന്റെ പേര് ജോജി. ജോജി. നാട്ടില് എറണാകുളം ജില്ലയാണ് അരയങ്കാവ് എന്ന് പറയുന്ന സ്ഥലം. അരയങ്കാവ് വന്നിട്ട് ഒരു വർഷം ആവുന്നു. ഇതിനു മുമ്പ് ടാസ്മാനിയയിലായിരുന്നു. ഞങ്ങള് ടാസ്മാനിയക്ക് വന്നപ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ അറിഞ്ഞില്ല. വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ്, സോഷ്യൽ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഇവര് വന്നിട്ട് അവരുടെ കൂടെ ടാസ്മാനിയ ഒന്ന് കറങ്ങാറുണ്ടെന്നൊക്കെ വിചാരിച്ചു. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇനിയിപ്പോ എല്ലാ റൈഡുകളിലും കൂടെ കൂടുവാണ്. ഒരു വിഷയമില്ല. നമുക്ക് 2 റൂളേ ഉള്ളൂ. ഒന്ന്, മലയാളി ആയിരിക്കണം. രണ്ടാമത്, മതവും ജാതിയും നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറയാൻ പാടില്ല. ഈ 2 റൂളേ ഉള്ളൂ. ബാക്കിയല്ല എല്ലാ ഗ്രൂപ്പും വിജയിച്ചു പോകും. ഞങ്ങളിപ്പോ 10 വർഷമായി ഒരു വിഷയമില്ലാതെ പോയിരിക്കുന്നത്. പിന്നെ നമ്മുടെ അല്ല, അങ്ങനെയല്ല ജിനോ? 10 വർഷമായിട്ട് നമ്മുടെ ഗ്രൂപ്പിന് ഒരു പ്രശ്നമില്ലാതെ പോയത് അല്ലെ? ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഗ്ലാമറിന് ഒരു കുറവുമില്ല ജിനോ. നിങ്ങള് നമ്മുടെ മുത്തല്ലേ നിങ്ങള്. ഇന്നിപ്പോ എവിടുന്നാ? തൊടുപുഴന്നാണോ മൂവാറ്റുപുഴന്നാണോ? തൊടുപുഴ നിങ്ങൾ പോന്നേക്കുക രാവിലെ. അതെ, ജിനോ ഒരു അടിപൊളി BMW ബൈക്കും ഒക്കെ മേടിച്ച്. ജിനോ അപ്പൊ പുതിയ ബൈക്കൊക്കെ മേടിച്ച് സെറ്റപ്പ് ആവുക അല്ലേ? ഇതേതാ ഇതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. BMW S1000R. വെട്ടിച്ചില്ല് പോലെ പൊക്കോളുമായിരിക്കുമല്ലോ അല്ലേ? ഇന്നിപ്പോ നിങ്ങളുടെ പ്രകടനം വല്ലതും കാണുമോ? ഫ്രണ്ട് വീലൊക്കെ പൊക്കി പഠിച്ചു വരുന്നേ ഉള്ളു അല്ലേ? അടിപൊളി. ഇത് എത്ര CC എത്രയാന്ന് പറഞ്ഞ? 1000 CC അല്ലേ? 1000 CC. ഒമ്പടോ അവൻ ഇരിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് കടുകാമണി പോലെ ഉള്ളെങ്കിലും അല്ലേ? സെറ്റപ്പാ. വലിപ്പം കുറവാ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോഴത്തേക്കേ. നേക്കഡല്ലേ? ഫ്രണ്ട് ഒന്നും ഇല്ലാത്ത. ജോജിയുടെ ബൈക്കോ? സുസുക്കി 750. അയ്യോ, നമ്മുടെയൊക്കെ CC ഇതിപ്പോ 1200 എന്റെ ബൈക്ക്. പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന എൻ്റെ 650. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും തന്നെ 650, 1000 CC ഉള്ളവരൊക്കെ വളരെ കുറവാണ്. പയ്യ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് എത്ര വലിയ CC ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 100 കിലോമീറ്റർ കൂടുതൽ അല്ലേ? 100 അല്ല 110. അതെ, അഭ്യാസം കാണിക്കാന്നുള്ളത്. നമ്മള് സേഫ് ആയിട്ട് പോവുക, റൈഡ് എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക, അതാണ് വേണ്ടത്. അതെ. ഇത് ഏതാ മോഡൽ ഏതാന്ന് പറഞ്ഞ? ഓക്കെ, സ്പോർട്സാ? ഓക്കെ. സുസുക്കി GSX S750. ഓക്കെ, അടിപൊളി. എന്നാ നമുക്ക് തീർച്ചയാക്കാം പോയേക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് നമ്മുടെ എല്ലാ പ്രാവശ്യവും ഉള്ള പോലെ എയർക്രാഫ്റ്റ് വ്യൂവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ നമുക്കെന്നാൽ തീർച്ചയാക്കാം. ഓക്കെ എന്നാൽ. ഇപ്പം നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇന്നലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഡാഡിനോങ് റേഞ്ചസിൽ പോയത്. അപ്പം ഇന്നലത്തെ വെച്ച് ഇന്ന് നല്ല ക്ലൈമറ്റാണ്, തണുപ്പുണ്ട്. 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ വെയിലുണ്ട്. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമില്ല, നന്നായിട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് 3 പേര്, പിന്നെ നമ്മൾ സാധാരണ പോകാറുള്ള എയർപോർട്ട് വ്യൂവിങ് ഏരിയ ആയിട്ടാണ് ഇന്നെല്ലാവരും വരുന്നത്. അപ്പോൾ അവിടെ ബാക്കിയുള്ളവർ വരും. അങ്ങനെ ടോട്ടൽ ഞങ്ങൾ 8 പേരായിരിക്കും
മിക്കവാറും ഇന്ന് അവിടുന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ബെൻഡിഗോയ്ക്കാണ്. ബെൻഡിഗോ ഇവിടുന്ന് ഒരു 2.5-3 മണിക്കൂർ ജേർണി ഉണ്ട്. ഇവിടുന്ന് ടോട്ടൽ 300 കിലോമീറ്റർ ഉണ്ട് ബെൻഡിഗോ. നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ ഒരു ക്ലൈമറ്റ് കേട്ടോ. നമ്മൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുന്ന പിന്നെ അധികം സിഗ്നലൊന്നുമില്ല. 2 സിഗ്നലേ ഉള്ളൂ നമ്മുടെ മെൽബൺ ഈ പറഞ്ഞ എയർപോർട്ട് വ്യൂവിങ് ഏരിയയിൽ ചെല്ലുന്നോടം വരെ. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയാണ്. അവന നീ ഞങ്ങളെ കണ്ടായിരുന്നോ? ആ ആ ഞങ്ങള് വിജയ് വന്നു. ഓക്കെ, അവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കാപ്പി കുടിക്കുവോ എന്നേലും ചെയ്യാം. വിജയ് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് പോരും, അങ്ങോട്ട് മാറ്റി വെച്ചോ. ജെറിയും കൂടി വരുന്നു. കേസപ്പം നമ്മളിത് BP-യുടെ ഒരു പമ്പിൽ എല്ലാവരും മീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ജേർണി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പോയേക്കാം. ഓൾറൈറ്റ്, ഞാൻ ഇങ്ങോട്ട് നടുക്കോട്ട് എടുത്ത് നിൽക്കുക കേട്ടോ. ആ ചുമന്ന കാറിൻ്റെ ബാക്കിൽ ഞാൻ എടുക്കുക കേട്ടോ. വാ 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 കേസപ്പം നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒത്തിരി തള്ളും കേട്ടോ, നിങ്ങളതായിട്ട് പേടിക്കരുത്. 4 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റിലേക്ക്. നിങ്ങൾക്ക് സിഗ്നൽ കിട്ടി. കുഴപ്പമില്ല. ആ 2.3 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റിലേക്ക് ലാൻസ്ഫീൽഡ്. ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറിക്കോ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മളിത് ലാൻസ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. എന്നിട്ട് അവിടുന്ന് മിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേലും എന്നിട്ടാണ് ബെൻഡിഗോയ്ക്ക് പോകുന്നത്. അതായത് നമ്മൾ കഴിവതും നമ്മുടെ മോട്ടോർ വേസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് കൺട്രി സൈഡ് റോഡിൽ കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മഴയാണോ രാവിലെ?
അല്ല മഴയാണോ ഒന്ന്? ചെറിയൊരു ഡ്രസ്സിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ടെമ്പറേച്ചർ 9 ഡിഗ്രിയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇതപ്പോ നമ്മളൊരു ഭയങ്കര ഒരു കാടിനകത്തൂടെയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. കേട്ടോ, അതിഭീകരമായിട്ടുള്ള വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന കാടിന്റെ ഇടവഴിയുള്ള അതിമനോഹരമായിട്ടുള്ള സഞ്ചാരമാണ്. ഇതാണ് നമ്മൾ ബൈക്ക് റൈഡിന് വരുമ്പോഴത്തേക്ക് എൻജോയ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. നമ്മുടെ വിജയും ജിനോയും നവീനും ഒക്കെ ഓൾറെഡി കയറി പോയി കിട്ടി. നമുക്ക് 100 കിലോമീറ്ററിൽ പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് വേണം ഇതുപോലെ ഉള്ള വഴികളിൽ കൂടെ പോകാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ഇത് ധാരാളം മതി. ഇത് പക്ക കൺട്രി റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കേട്ടോ, ഇവിടെ കാട്ടുപ്രദേശം കഴിഞ്ഞു വീണ്ടും ഫാം ലാൻഡിലേക്ക് കയറിയിരിക്കുകയാണ്. അടിപൊളി. കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ട്. വിജയ് അങ്ങനെ ഫ്രണ്ടിൽ കത്തിച്ച് പൊക്കോണ്ടിരിക്കുന്നു. ഇവിടെ ചില സ്ഥലത്ത് റോഡ് അത്ര സുഖമല്ല. ഇതോട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാർക്കിംഗ് ഒന്നുമില്ല. ചെറിയൊരു സിംഗിൾ ലൈൻ റോഡേ ഉള്ളൂ. നമ്മൾ പോകുന്നത് മിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് ബെൻഡിഗോയ്ക്ക് പോകും. സാപ്പാടെ മൊത്തം പണിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ജിനോയുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇതാണ്ട് കിടക്കുന്നു, വഴി കിടക്കും. BMW ആണ് പോലും. BMW-ക്കാരുടെ ഒരു അവസ്ഥയെ അതാണ്, വിൻഡ് പിടിക്കാൻ കേപ്പബിൾ അല്ലെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. BMW നോ വറീസ്. ഇതൊക്കെ ഇതിൻ്റെ പാർട്ട് ഓഫ്. അപ്പോൾ നമ്മളൊരു വിജനമായ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു നമ്പർ പ്ലേറ്റ് കിടക്കുന്നു. അതുകൊണ്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് സംഭവം. ബെൻഡിഗോയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബെൻഡിഗോയിൽ അതെ ബ്ലാക്ക് സ്വാൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മുടെ ജാക്സന്റെ സ്വാഗത പ്രസംഗമാണ്. ജാക്സൺ ഇവിടെ ബെൻഡിഗോയിൽ തന്നെയാണ്. ജാക്സൺ, സ്വാഗത പ്രസംഗം കഴിഞ്ഞോ? സ്വാഗത പ്രസംഗം ഒന്നുകൂടി പറയാം. വെൽക്കം ടു ബെൻഡിഗോ. നൈസ് ടു മീറ്റ് യു ഓൾ. ഇവിടെ ബൈക്ക് വെക്കാമായിരിക്കും അല്ലേ? ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ ഈ ബൈക്കുമായിട്ടുള്ള ബന്ധം തന്നെ. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഓർഡർസ് എന്ന് പറയുന്നത് മിസ്റ്റർ ഡ്യൂബൽ ജെയിംസ് ആണ്. ഹീസ് ആക്ച്വലി വൺ ഓഫ് ദ ഓർത്തോപെഡിക് സർജൻ ഓവർ ഹിയർ. പുള്ളി ഇവിടുത്തെ ഒരു ഓർത്തോപെഡിക് സർജൻ ആണ് ബെൻഡിഗോയിൽ മെയിൻ ആയിട്ടുള്ളത്. പുള്ളിക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത. പുള്ളി സദേൺ ഹെമിസ്ഫിയറിലെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസിന്റെ ലാർജസ്റ്റ് കളക്ടറാണ് സദേൺ ഹെമിസ്ഫിയറിൽ. പുള്ളി കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും കളക്ഷൻ ഉള്ളൂ ഇവിടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസിന്. അതുകൊണ്ട് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം വേണോ പുള്ളിയുടെ ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇതിനകത്ത് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇറ്റ് ഈസ് എ ബൈക്ക് മ്യൂസിയം. സോ ഇത് ആക്ച്വലി വൺ ഓഫ് ദ ഫസ്റ്റ് പബ്ബാണ് ഇവിടുത്തെ. ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്നത് ബെൻഡിഗോയിലെ ഫസ്റ്റ് ലീഗൽ പബ്ബായിരുന്നു ഇത്. അത് വർഷങ്ങളായിട്ട്
പബ്ബായിട്ട് ഓടി റണ്ണിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോവിഡ് വന്നപ്പോഴത്തേക്ക് അടച്ചു. കോവിഡിൻ്റെ സമയത്ത് ഈ പുള്ളി അതങ്ങ് മേടിച്ചിട്ട് പുള്ളി അത് കംപ്ലീറ്റ്ലി ബൈക്ക് മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ബൈക്കെല്ലാം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതും പുള്ളിയുടെ സ്വന്തം കളക്ഷനാണ് ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ 1-2 ഡോക്ടർമാരുടെ കൂടെ ബൈക്സ് അവിടെ വെച്ചിട്ടുണ്ട്. ഡ്യുക്കാറ്റീസ് മേളിൽ 2 നില ബൈക്സാണ്, 2 ഫ്ലോർ ബൈക്സ്. ഇത് ബൈക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് അതൊക്കെ ഇനി കാണാൻ പറ്റും അത്. സോ ഹീസ് ഗോട്ട് ബൈക്സ് ഓൺ സ്റ്റാൻഡ്സ് ഓൺ ദ വാൾ. ഭിത്തിയിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, തൊടാൻ പാടില്ലെന്നേ ഉള്ളൂ. തൊടാനോ കയറിയിരിക്കാൻ പാടില്ല. നമുക്കത് ബൈക്കൊക്കെ കണ്ട് ആസ്വദിക്കാം. ഇറ്റ്സ് ഓൾ കളക്റ്റബിൾ ഐറ്റംസ് ആണ്. അതായത് വേൾഡ് വാറിൻ്റെ സമയത്തുള്ള BMW ബൈക്സ്, വേൾഡ് വാറിനകത്ത് തന്നെ ഏതാണ്ട് 10-30 ബൈക്കുകൾ ലോകത്തുള്ളൂ. അതിനകത്തുള്ള 20 ബൈക്കാണ് പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്നത്. ഡ്യൂഗൽ ജെയിംസ് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ സ്വന്തമായിട്ടെന്ന് പറയുന്നത് 200 ബൈക്കാണ്. റണ്ണിങ് കണ്ടീഷൻ. അത് ഇതിനകത്തുള്ള ബൈക്സ് എല്ലാം റണ്ണിങ് കണ്ടീഷനാണ്. പുള്ളിയുടെ സ്വന്തമായിട്ട് 200 ബൈക്കുണ്ട്. അത് കൂടാതെ പാർട്സിൽ പുള്ളിക്ക് വേറെ 100 ബൈക്ക് കിടപ്പുണ്ട്. പിന്നെ കാറ് വേറെ. അപ്പോൾ മിസ്റ്റർ ഡ്യൂഗൽ ജെയിംസ്. ആ, അതുകൂടാതെ അപ്പോൾ ഇത് കൂടാതെ ഇതിനു മുമ്പ് തൊട്ടപ്പുറത്ത് വേറൊരു ജിം പുള്ളി മേടിച്ചു. പാമസ് ജിം എന്ന് പറയുന്നത് പഴയ ജിമ്മാണ്. ആ ജിം മേടിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഇത് ചെയ്യണമെന്നിരിക്കുകയായിരുന്നു. അപ്പം പുള്ളിക്ക് ഡ്യൂഗൽ ജെയിംസിന് ആക്ച്വലി ഇവിടെ ഇതിന് മുമ്പ് ഈ ബിൽഡിംഗ് മേടിക്കുന്നതിന് മുമ്പ് ഒരു വേറെ പാമസ് ജിം എന്ന് പറഞ്ഞിട്ടൊരു ജിം ഉണ്ടായിരുന്നു. അത് മേടിച്ചു. അത് മേടിച്ചിട്ട് പുള്ളിക്ക് അതെന്ന് പറയുന്നത് ബൈക്കിന്റെ ഒരു ബാറായിട്ട് മാറ്റണമെന്ന് അത് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ദാറ്റ് ഈസ് ഗോയിങ് ബാക്ക് 2012-13 ആ സമയത്ത്. അന്നേരത്തേക്ക് ഒത്തിരി ബൈക്ക് വാർ നടക്കുന്നുണ്ടായിരുന്നു ക്ലബ് ബേസിസ്. ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് അന്നേരം കൗൺസിൽ പറഞ്ഞ് നടക്കത്തില്ലെന്ന് പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് പുള്ളി അത് അവിടെയും കുറെ ബൈക്കുകൾ കിടപ്പുണ്ട്. അപ്പം ഈ ജിമ്മിനകത്ത് കുറെ ബൈക്ക്. ആ ജിമ്മും അത് ആക്ച്വലി 3 നില ജിമ്മാണ്. നമ്മൾ കാണുമ്പോൾ 1 നില കാണുന്നുള്ളൂ. ഇതിന് താപ്പോട്ടാണ് ഈ മൊത്തം നടക്കുന്നത്. ബാക്കില് ഈ ഇവിടുന്ന് 2 മിനിറ്റ് കഴിച്ചു. അത് ജിമ്മാക്കിയിരിക്കുന്നത്. ജിമ്മിനകത്ത് പുള്ളി ഇത് സ്റ്റോറേജ് ആക്കിയിരിക്കുകയാണ്. പുള്ളി അതിന്റെ പ്രൈവറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രൈവറ്റ് ഫംഗ്ഷൻസ് കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അത് വേണ്ടെന്ന് വെച്ചു. കാരണം പ്രൈവറ്റ് ആയിട്ട് ഫംഗ്ഷൻ കൊടുക്കാൻ ആൾക്കാരെല്ലാം കൂടി ഇതിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ പുള്ളി അത് നിർത്തി, ആ പരിപാടി നിർത്തി. അങ്ങനെയാണ് ഒഫീഷ്യലായിട്ടൊരു ബ്ലാക്ക് സ്വാനും മേടിച്ചിട്ട് പുള്ളി ഓപ്പൺ അപ്പ് ചെയ്തത്. നമുക്ക് അകത്തേക്കൊന്ന് പോയാലോ? ഇതിരിക്കുന്നില്ലേ, ഇത് ആരാണ്ട് ഒരു സൈക്കിള്. ഇത് ശരിക്കും സൈക്കിളാണ്, ഇന്ത്യൻ എന്നും പറഞ്ഞോണ്ടല്ലേ? അല്ലല്ല, ഇലക്ട്രിക് ബൈസിക്കിള് പുള്ളി ഇന്ത്യൻ സ്റ്റൈലാക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഹാൻഡിൽ ബാറും സെറ്റപ്പും എല്ലാം കൂടി വെച്ച് ചെറിയ ടാങ്ക് ഒക്കെ വെച്ച് മറ്റേ ഇതെല്ലാം കണ്ടോ? ഇത് കേട്ടോ, ഈ പഴയ ഹോണ് അതിനെ കോമമറേറ്റ് ചെയ്തുകൊണ്ട് 1900-ലെങ്ങനെയാണോ സൈക്കിൾ ഇരുന്നത് ആ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് കയറിയാലോ? അകത്ത് കയറാം. ഇതുണ്ടോ ബെൻഡിഗോയിലെ ട്രാം കണ്ടോ? ഇത് ടൂറിസ്റ്റ് ട്രാം ആയിരിക്കും അല്ലേ? വീക്കെൻഡ്സ് മാത്രമേ ഓടത്തുള്ളൂ. ടൂറിസ്റ്റ് അട്രാക്ഷൻ വേണ്ടി മാത്രമായിട്ട്. ഇതാണ് മെയിൻ സ്ട്രീറ്റ് അല്ലേ? ബെൻഡിഗോയിലെ മെയിൻ സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് സ്വാൻ ബാറിലേക്കുള്ള എൻട്രൻസ്. അപ്പം ഇവിടെ ജാക്കി നമ്മൾ പറഞ്ഞ പോലെയുള്ള ബൈക്കുകളുടെ ഒരു ശേഖരം, ഒരു കമനീയ ശേഖരമാണ് ഇവിടെ. ഇന്ത്യൻ ബൈക്കുകൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു. പുള്ളിക്ക് എല്ലാം ഉണ്ട്. ബൈക്ക് എന്ന് പറയുന്നത് പുള്ളിക്ക് പോട്ടെ, ഇത് ചോപ്പർ സ്റ്റൈലുള്ള ചോപ്പർ സ്റ്റൈൽ. ശരി. ഇതെല്ലാം ഒരു റണ്ണിങ് കണ്ടീഷനുള്ള സാധനമാണ്. ചോപ്പേഴ്സ് ഇതൊക്കെ ഇപ്പൊ ഷാജി കണ്ടെന്ന് ഇത് എടുത്തോണ്ട് പോകും. ഷാജിയുടെ പഴയ ബൈക്ക് ഇതുപോലത്തെ അല്ലായിരുന്നോ? അപ്പുറത്തെ സൈഡ് കാണിക്കാം. ഇത് മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ടോ? ഇതിന് മേളിലൊക്കെ ഉണ്ട്. അത് ഈ നമ്മുടെ നാട്ടിലെ സ്കൂട്ടർ പോലെ അല്ലേ? ഇത് കോമ്പാക്ട് ആയിട്ട് കൊണ്ടുനടക്കുന്ന ടൈപ്പാണ്. പണ്ടൊക്കെ ഇത് പാരഷൂട്ടിനകത്തൊക്കെ എറിഞ്ഞിരുന്ന സാധനം. ഹോണ്ടയുടെ അതുപോലൊക്കെ സെയിം കോൺസെപ്റ്റ്. പക്ഷേ ദിസ് ഇസ് വേൾഡ് വാറിന്റെ സമയത്താണ്. ഇത് എയർപ്ലെയിനിലൊക്കെ ബാഗേജ് ആയിട്ട് എറിയുന്ന, എന്നിട്ട് എത്തിക്കഴിഞ്ഞിട്ട് വാർ സോണിൽ എത്തിയിട്ട് ഓടിക്കാൻ വേണ്ടിയൊക്കെയാണ് രീതിയിൽ സെക്കൻഡിന്റെ സമയത്ത്. അപ്പം ഇത് അടുത്ത സെക്ഷൻ. ഇതൊരു സെക്ഷൻ. ഇതെല്ലാത്തിനിടയിലും പാൻ വെച്ചിട്ടുണ്ട്. പുള്ളി ഇതായിരിക്കും കളക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് BMW വെച്ചിട്ടുണ്ട് മൊത്തം. ഇതല്ലേ? പിന്നെ ഇങ്ങോട്ട് വരാം. നമ്മുടെ നാട്ടിലെ സൈക്കിൾ റിക്ഷ പോലെ അല്ലേ?
പഴയ ഫുഡ് പഴയ കാലത്തെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് BMW അത് ലെഫ്റ്റ് സൈഡിലത്തെ. ഇതല്ലേ? ഓ ഇത് BMW. എൻ്റെ അമ്പു. ഇത് എത്ര വർഷം പഴയതായിരിക്കും? ഈ പഴയ വേൾഡ് വാറിന്റെ സമയത്തൊക്കെ ഉള്ള അതിന് ശേഷം 1920s 1930s. പുള്ളിയുടെ ഫോട്ടോ ഉണ്ട് ഇതിനകത്ത്? പുള്ളിയാണോ ഇത്? ഇല്ല ഇത് ഓരോരുത്തരുടെ ബൈക്ക് പുള്ളി മേടിച്ച് കൂട്ടി ബൈക്കിന്റെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്ന. ഓക്കെ 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 ഓക്കെ. പുള്ളിയുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടില്ല. ഇത് ഇന്ത്യൻ തന്നെയല്ലേ? ഇത് ഇന്ത്യൻ്റെ ആണോ? അത് ഇന്ത്യൻ എഴുതിയേക്കുന്നത്. അതെ അതെ അതെ. ഇന്ത്യൻ്റെ പഴയ മോട്ടർ, സിംഗിൾ മോട്ടർ. ഇത് കറക്കി സ്റ്റാർട്ടാക്കുന്നത്, കാർ കറക്കി സ്റ്റാർട്ടാക്കുന്ന പോലെ. ഇത് സൈഡിൽ നോക്കൂടെ? ഓ അത് ശരി. കറക്കി സ്റ്റാർട്ടാക്കാൻ കറക്കി സ്റ്റാർട്ടാക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഒന്ന് പോയേക്കാം. അവിടെയുള്ള കാഴ്ചകൾ പോവാം. നമ്മൾ താഴെ ഇരിക്കുന്നു. ഹെൽമെറ്റ് താഴെ വെച്ചു. ഇത് കൂടാതെ ഇതിന്റെ അടിയിലും ഒരു റൂം ഉണ്ട്. ശരി. നമ്മൾ കയറിയ ഫ്ലോറിന്റെ അടിയിലും ഉണ്ട്. പക്ഷെ അവിടെ സ്റ്റോറേജ് ഇല്ല. അപ്പം അവിടെ ആക്സസ് ജസ്റ്റ് ജെന്റിൽമെൻസ് ക്ലബ് എന്ന രീതിയിൽ പുള്ളി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ ഇതെല്ലാം വർക്കിംഗ് ആണെന്നാണോ പറഞ്ഞത്? അതെ, പുള്ളിക്ക് ഇതിനു വേണ്ടിയായിട്ടൊരു മെക്കാനിക് ഉണ്ട്. ശരി. പുള്ളി തന്നെ ചെയ്യും. ഇതുണ്ടോ? ഇത് പണ്ട് ഈ ഹിൽ ക്ലൈമ്പിന് ഉപയോഗിച്ചിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഓ ശരി. മല കയറാൻ വേണ്ടിട്ടോ ചെയിൻ ഒക്കെ ഇട്ട് വലിയ ക്രാങ്ക് ഷാഫ്റ്റ് ഒക്കെ അടിച്ച് പവർ കൂടുതൽ ഇട്ടാൻ വേണ്ടിയായിട്ട്. അത് കൊള്ളാം. ഇനിയുണ്ട്, ഇവിടെയുണ്ട്. ബാറൊക്കെ കണ്ടോ? ദ ഇന്ത്യൻ ഈസ് ബാക്ക് കേട്ടോ. എവിടെയുണ്ട് ചെറിയ രണ്ട് ഇത് കളിപ്പാട്ടങ്ങളെല്ലാം. കളിപ്പാട്ടം. അതെ അതെ അതെ. നോക്കി കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഏരിയ ഫുൾ ഒരു 25-30 ബൈക്ക് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് കംപ്ലീറ്റ്ലി ബൈക്ക് വെച്ചിരിക്കുകയായിരുന്നു പുള്ളി ഇത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഇപ്പം ഓപ്പൺ ആക്കി ഒഫീഷ്യലി ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്തുകൊണ്ട് ക്ലിയർ ഔട്ട് ചെയ്താ. ഇതിനകത്ത് പുള്ളി സ്റ്റോർ ചെയ്യുന്നുണ്ടായിരുന്നു ബൈക്സ്. അവിടെ ഇരിക്കുന്ന ആ സോഫ ഇരിക്കുന്നതിന്റെ അവിടെ ഒരു 3 ഡ്യുക്കാറ്റി കോർസാസ് ഇരിപ്പുണ്ടായിരുന്നു. അത് വേറെ ഡോക്ടറിന്റെ പ്രൈവറ്റ് കളക്ഷൻ. ഇതെല്ലാം BMW ആണോ? ഇതെല്ലാം BMW. കൂടുതലും BMW ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻ. ഇത് BMW. ഹാർലീസ് 1-2 ഉള്ളു ഇവിടെ. പക്ഷെ അത് ഇതുപോലെ ചോപ്ഡ് വേർഷൻസ് ഒക്കെയാണ് ഇരിക്കുന്നത്. അത് ഹാർലി. അത് ഇതും ഹാർലി എഞ്ചിനാ. അടിപൊളി. ഷവൽ എന്ന് പറയും. It was just after COVID and he was doing up the bottom bit, the gentleman's bar, and he showed me around this whole joint, and it was like packed up. Oh wow! I could barely walk with my kid around in this place. Yeah, he swaps them in and out every now and then and stuff. Yeah, and he's moved all the Ducatis as well that Dickinson owns. Yeah, and he's got more down the road in the other building, in and then Palmas. He's got more in other places Yes. as well. Yeah, it's crazy. Yeah. ഇതെല്ലാം ഡുക്കാറ്റിയാണ്. ഇതെല്ലാം ഡ്യുക്കാറ്റിയുടെ. അപ്പൊ ഈ ഫ്ലോർ മൊത്തം ഡ്യുക്കാറ്റിക്ക് വേണ്ടിയായിരുന്നു പുള്ളി വെച്ചിരുന്നത്. അപ്പൊ ഇവിടെ ഫ്ലോർ ഓരോ സെക്ഷൻ ഓരോ സൈഡിൽ ഓരോരുത്തർക്ക് വേണ്ടിയായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരുന്നത്. അങ്ങനെ. എന്താണ് തളർന്നു പോയോ? എന്നെ സഹിച്ചേ പറ്റൂ. ഇതൊക്കെ പറഞ്ഞാലോ ജോജി എങ്ങനെയുണ്ട്? നമ്മുടെ ഇവിടുത്തെ ഉള്ള ആദ്യത്തെ റൈഡ് എങ്ങനെയുണ്ട്? പൊളിയായിരുന്നു. ഇനി മെനി മോർ ടു കം. അതാണ് അതുപോലെ ടാസ്മാനിയ വന്നപ്പോൾ നിങ്ങളെ കാണാൻ പറ്റാതിരുന്നത് ഒരു നഷ്ടമായിരുന്നു. അതെ 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 അതെ. ഓക്കെ ശരി ശരി. ജിനോ എന്നാണ്ട് പുതിയ BMW എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റ്. മുഖത്തെ ചിരി മാറുന്നില്ല. പിന്നെ ഉള്ളത് ഇതാ അല്ല? ഇത് ആദ്യകാലത്തെ മോട്ടർ. അത് ഹാഫ് ഹോഴ്സ് പവർ. ഇത് ഇരിക്കുന്ന ഭിത്തിയെ തൂക്കിയിരിക്കുന്ന ഇത് സൈക്കിളല്ലേ? ശരിക്കും സൈക്കിളിൽ അവർ എഞ്ചിൻ വെച്ച് ആദ്യമേ അങ്ങനെയല്ലേ ചെയ്തവര്. പക്ഷേ ഇതൊക്കെ പോലീസിന്റെ അല്ലേ? പോലീസിന്റെ ബൈക്ക്.
പിന്നെ ഇത് പക്ഷേ ഇപ്പം പുള്ളിക്കകത്ത് പറഞ്ഞ പോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് പുള്ളി മാറ്റിക്കൊണ്ടിരിക്കും. ഒരു 3 months കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് തട്ടും, ബാക്കി ബൈക്ക് സൈഡ് എടുത്ത് കൊണ്ടുവരും. പുള്ളിക്ക് ഇവിടെ എസ്റ്റേറ്റ് ആണ് മൊത്തം. ബെൻഡിഗോയിൽ പ്രൈം ലൊക്കേഷൻസ് എല്ലാം പുള്ളി സ്ഥലം മേടിച്ചിട്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ഇവിടെ ഒരു ഹണികോംബ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, പഴയ കാലത്ത് ബിൽഡിംഗ് ആണ്. അത് കഴിഞ്ഞ വർഷം പുള്ളി മേടിച്ചിട്ട് അത് ഫുൾ ക്ലീനപ്പ് ചെയ്ത് അതിനകത്ത് ഞങ്ങൾ ക്രിസ്മസ് പാർട്ടി നടത്തി. ഹോസ്പിറ്റലിൽ ബെൻഡിഗോ ഹോസ്പിറ്റൽസ്, അതായത് ബെൻഡിഗോ, കാസൽമെയിൻ, ബെൻഡിഗോ ഡേ സർജറി, സെൻറ്റ് ജോൺ ഓഫ് ഗോഡ്, ഇത്രയും ആശുപത്രിയിലെ സ്റ്റാഫിനെ ഒന്നിച്ച് വിളിച്ച ഒരു വലിയ പാർട്ടി തന്നെ പുള്ളി നടത്തി അതിനകത്ത്. പുള്ളി മില്യനെയർ ആണ്. പുള്ളി എന്ന് പറയുന്ന ക്രേസ് തന്നെ ഭയങ്കര ക്രേസ്. അപ്പോൾ ആ ഒരു യുണീക്ക് പുള്ളിക്ക് റിയൽ എസ്റ്റേറ്റും ഭയങ്കര വട്ടാണ്. പുള്ളി സിറ്റിക്കകത്ത് അടുത്ത് എവിടെയെങ്കിലും ഒരു നല്ല വീട് വല്ലതും വരുവാണെങ്കിൽ പുള്ളി മേടിച്ചിടും, അത് വാടകയ്ക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലത്തെ പ്രൈം ലൊക്കേഷൻസിൽ എസ്റ്റേറ്റ്സ് ഒക്കെ ഇതുപോലത്തെ സിറ്റിക്കകത്ത് തന്നെ 2-3 ബിൽഡിംഗ് പുള്ളിയുടെ, അത് പുള്ളി ഇങ്ങനെ വാടക കൊടുക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് പോയാലോ? ചെറുതായി കഴിഞ്ഞോ? താഴേക്ക് പോയി ഫുഡ് കഴിച്ചേക്കാം. ഓ, ഇതാണോ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ മിസ്റ്റർ ഡ്യൂഗൽ ജെയിംസ്? ഓ ശരി. പുള്ളിയെ കുറിച്ച് ഇവിടെ ഒത്തിരി പേപ്പർ റൈറ്റപ്പും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇപ്പം തപ്പുവാണെങ്കിൽ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ തപ്പുവാണെങ്കിൽ പുള്ളിയെ കുറിച്ച് തന്നെ കിട്ടും. കേട്ടോ, ഡ്യൂഗൽ ഹാസ് ലോസ്റ്റ് കൗണ്ട് ഓഫ് ഹിസ് ഇന്ത്യൻസ് എന്ന് തന്നെ ആ ടൈറ്റിൽ. കാരണം പുള്ളിക്ക് തന്നെ അറിയത്തില്ല പുള്ളിക്ക് എത്ര ഉണ്ടെന്ന്. അതാണ് അത്, സത്യമാണത്. അതുകൊണ്ട് പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു ഇവിടെ. പുള്ളിക്ക് ഇവിടെ കടയുണ്ടായിരുന്നു, മെക്കാനിക് ഷോപ്പായിരുന്നു. പുള്ളി ഏർലി റിട്ടയർമെന്റ് ചെയ്തു. പുള്ളി ആ കടയിൽ വിറ്റപ്പോഴത്തേക്ക് പുള്ളിക്ക് ജീവിക്കാനുള്ള പൈസ ആയി പുള്ളി ഡ്യൂഗിളായിട്ട് അങ്ങ് കൂടി. പുള്ളിയും ഡ്യൂഗിളും കൂടെയാണ് ഇപ്പം പുള്ളി ഡ്യൂഗിളിന്റെ ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് പുള്ളിയുടെ മെയിൻ പണി. വീട്ടിൽ ഇരുന്നുകൊണ്ട് ചുമ്മാ ഒരു ബൈക്ക് എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോകുക. ഇല്ല, ഇപ്പൊ ഈ ഡ്യൂഗിളിനാണെങ്കിൽ പോലും ഡ്യൂഗിളിന് അമേരിക്കയില, പുള്ളിയുടെ വൈഫ് അമേരിക്കയിലാണ്. പുള്ളിക്കാരത്തിൽ അവിടെ ഒരു ബാൺ എടുത്തിട്ടില്ല, നമ്മുടെ ഇവിടുത്തെ ഷെഡ് പോലെ അവിടെ ഷെഡുണ്ട്. ആ ഷെഡിനകത്ത് കുറെ ബൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയ്ക്ക് പോകും അവിടുത്തെ ബൈക്സ് ഓടിക്കാൻ വേണ്ടിയായിട്ട്. അപ്പോൾ പുള്ളിക്ക് കോൺഫറൻസ് ഉണ്ട്, കോൺഫറൻസ് പോകും. കോൺഫറൻസ് കഴിയുമ്പോഴത്തേക്ക് പുള്ളി അവിടുത്തെ ബൈക്കും എടുത്തുകൊണ്ട് പുള്ളി ഓടിക്കാൻ പോകും. റൈഡിന് പോയിട്ട് തിരിച്ചു വരും, അതിൻ്റെ ഇങ്ങോട്ട് വരും, ഇവിടെ വന്നിട്ട് ഇവിടെ ഇടയ്ക്ക് റൈഡിന് പോകാറുണ്ട്. ഈ പുള്ളിയുടെ ബൈക്സ് പല ബൈക്ക് ഷോയ്സിന് ഡിസ്പ്ലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പം പുള്ളിയുടെ ഈ ഫ്രണ്ടാണ്, ലെവലാണ്, ഈ ബൈക്സ് എല്ലാം കൂടി ട്രെയിലറിനകത്ത് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അത് റൈഡപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നു. അതുകൊണ്ട് അവിടെ ഒരു മോട്ടോർ സൈക്കിൾ ഇത് എൻജിൻ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ലൈക്ക് എവറി കോർണർ യു സീ ഹാസ് സംതിങ് ഇൻ റിലേഷൻ ടു ഇറ്റ്. ഇതിപ്പോഴത്തെ എഞ്ചിനാണ്. നമ്മളൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ റൈഡിന് പോകുന്നുണ്ടല്ലോ. നമ്മുടെ ലിക്കോള ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുമല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ 2 റൈഡോ മറ്റോ പോയെന്ന് തോന്നുന്നല്ലോ. ഓ, ഞങ്ങൾ അവിടെ മറ്റേ നമ്പർ പ്ലേറ്റ് എടുത്ത് വെച്ച അവിടുത്തെ ഇന്ന് ഓടിക്കാതിരുന്നതല്ല. ഓക്കെ, നമുക്കെന്നാ കഴിച്ചേക്കാം അല്ലേ? കഴിച്ചേക്കാം. അപ്പോൾ ഇതാണ് ബെൻഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ബെൻഡിഗോയുടെ സിറ്റി സെൻറ്ററാണിത്. ഇവിടെ ഇങ്ങനെ ട്രാമിൻ്റെ ഒരു പരിപാടി ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സ്ട്രീറ്റ്. അതുപോലെ തന്നെ വാർ മെമ്മോറിയൽ, വിസിറ്റേഴ്സ് സെൻറ്റർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. പബ്ലിക്കായിട്ട് ആൾക്കാർക്ക് വരാനും ഇരിക്കാനും ഒക്കെയുള്ള. പിന്നെ അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഇങ്ങനെ ഒരു പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പുറത്തേക്ക് മാറി ഇതല്ലോ.
ഇതാണ് ഇവിടുത്തെ വാർ മെമ്മോറിയൽ. ഇതോടാ അവിടെ ഇങ്ങനെ ആൾക്കാർ മരിച്ച് പോയ പട്ടാളക്കാരുടെ പേരുകളെല്ലാം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പണ്ട് പട്ടാളക്കാർ മരിച്ചു പോയവരുടെ എല്ലാം പേരുകൾ എഴുതി വെച്ചേക്കുന്ന ഇതാണ് ഇവിടുത്തെ വാർ മെമ്മോറിയൽ. ഇതാണ് ഇവിടുത്തെ വിസിറ്റർ സെൻറ്റർ. പഴയ ബിൽഡിങ്ങാന്ന് നോക്കി. ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടംപോലെ കൊത്തുപണികൾ പോലെയൊക്കെ ചെയ്ത് അടിപൊളി ബിൽഡിങ്. നമ്മളിങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ കണ്ട ബാറിൽ നിന്ന് ലഞ്ചൊക്കെ മേടിച്ച് കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ സൊറയൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് മെൽബണിലേക്ക് യാത്രയാകുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ബെൻഡിഗോയിൽ നിന്ന് പതുക്കെ യാത്ര തുടങ്ങി തിരിച്ച് മെൽബണിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞെന്നാൽ ഇവിടെ അടുത്ത് ഒരു ലേക്ക് കാണാൻ പോവുകയാണ്. ലേക്ക് എപ്ലോക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അധികം ദൂരമില്ല, ഒരു 38 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലേക്ക് എപ്പിലോക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള യാത്രകൾ വരുമ്പോഴാണ് ഇതിലെയൊക്കെ ഇങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. ഇതുണ്ടോ, ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിന് വേണ്ടിയിട്ടുള്ള ബോട്ടാണ് ഇവിടെ. അല്ലാതെ വേറെ ഒരു റിക്രിയേഷൻ സെൻറ്ററോ അങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ ക്യാമ്പിംഗ് സൈറ്റുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത്ര വലിയ ലേക്കൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാണാനായിട്ട് ഭംഗിയാണ്. അപ്പം ബെൻഡിഗോയ്ക്കൊക്കെ മെൽബണിൽ നിന്ന് വരുന്നവർക്ക് ഇതുവഴി ഒന്ന് പയ്യെ കാറ് വളച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്യൂട്ടിയൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങ് പോകാൻ പറ്റും. ബെൻഡിഗോയിൽ നിന്ന് 40 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബെൻഡിഗോക്കാർക്കാണേലും ആർക്കെങ്കിലും ഒക്കെ ഒരു ഔട്ടിങ് പോരണമെന്ന് വെച്ച് കഴിഞ്ഞാലും വലിയ ദൂരമൊന്നുമില്ല. നല്ല ഭംഗിയുള്ളൊരു ലേക്ക് കേട്ടോ, ലേക്ക് എപ്പിലോക്ക്. അപ്പോൾ നമ്മളിനിയിപ്പം വലിയ താമസമില്ലാതെ ഇവിടുന്ന് പയ്യെ പോവുകയാണ്. ഇവിടുന്നൊരു 100 കിലോമീറ്റർ കൂടി ഉണ്ട് മെൽബണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ തീരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അടിച്ചു പൊളിച്ച് മറ്റേ ബട്ടൺ ഞെക്കാനായിട്ട്, സബ്സ്ക്രൈബിന്റെ ബട്ടൺ ഞെക്കാനായിട്ട് വരുന്നത്. മണി ആരടിക്കും? അപ്പം മണി അപ്പോൾ ആരടിക്കും? അപ്പോൾ മണി അടിക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നല്ല നമസ്കാരം. താങ്ക് യു വെരി മച്ച്.